ഹലോ വെൽക്കംസ് ടു ആമീസ് ഫാം. നമ്മൾ വിക്ടേഴ്സിൻ്റെ ചാനലിൽ വരുന്ന എല്ലാ ക്ലാസ്സസും അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ ക്ലാസ് അതുപോലെ ഇന്നത്തെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആക്ടിവിറ്റി കാർഡിൽ കംപ്ലീറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളുമാണ് അവർ നിങ്ങൾ ജസ്റ്റ് ഒരു റിവൈസ് ചെയ്യണമെന്ന രീതിയിലാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാസ് ഇനി ഇടേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. ഓൾറെഡി നിങ്ങൾ ആ ക്ലാസ് ഒന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ സിക്സ്ത്തിൽ കവർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് എന്തായാലും പോർഷൻസ് തുടങ്ങുമ്പോൾ തൊട്ടിട്ട് നമുക്ക് അവിടുത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിലാണ് നമ്മളിന്ന് എടുക്കുന്നത്. ഇതിലെല്ലാ നോട്ട്സും ഈ വീഡിയോൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. റീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിളവെടുപ്പ്, കൊയ്യുക. റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന് പറയുമ്പോൾ മണ്ണിൽ നിന്ന് നമ്മൾ സ്വർണം കൊയ്തെടുക്കുക. സ്വർണം എന്ന് പറഞ്ഞവർ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ ധാന്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്രയും വിളവെടുപ്പുള്ള ഒന്നാണ് നമ്മൾ ഈ മണ്ണിൽ നിന്ന് നമ്മൾ വിളവെടുക്കുന്നത് അല്ലെങ്കിൽ കൊയ്യുന്നത്. ഓക്കെ, നമുക്കിനി ചാപ്റ്ററിലേക്ക് കടക്കാം. ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരുപാട് ന്യൂ വേർഡ്സ് ഇതിൽ പരിചയപ്പെടും. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൽ ഓൾറെഡി മീനിങ് കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ടെക്സ്റ്റ് ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. നമുക്ക് നോക്കാം. See how happily these children maintain their vegetable garden. Don't you think their minds also blossom and yield when each plant blossom and yield? അപ്പോൾ എന്താ പറയുന്നത്? നിങ്ങൾ ഈ ഒരു പിക്ചർ നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായോ? ഇവരെങ്ങനെയാണ് ഇവരുടെ വെജിറ്റബിൾ ഗാർഡന്, ഇവരുടെ പച്ചക്കറി തോട്ടം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇവരുടെ മൈൻഡും എന്ന് വെച്ചാൽ ഇവരുടെ മനസ്സും ഇതുപോലെ തന്നെ ബ്ലോസം ആൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ ബ്ലോസത്തിൻ്റെ അർത്ഥം അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പുഷ്പത്തിൻ്റെ വളർച്ചയുടെ ആദ്യ കാലഘട്ടം. ഈൽഡ് എന്ന് പറഞ്ഞാൽ എന്താ? വിളവ്. അപ്പോൾ ഓരോ പൂക്കളും അവർ വളർത്തുന്ന പൂക്കളായാലും വെജിറ്റബിൾസ് ആയാലും ഓരോന്നിനും പൂക്കൾ വരിക, കായ്ക്കൾ വരുമ്പോൾ അവരുടെ മനസ്സും അതുപോലെ തന്നെ സന്തോഷിക്കില്ലേ? പൂക്കൾ വരിക, വിളവെടുക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെ മനസ്സും അത്രയും സന്തോഷിക്കില്ലേ? ഡു യു മെയിൻറ്റെയിൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഇൻ യുവർ സ്കൂൾ ദിസ് വേ? ഡസ് ഇറ്റ് yield വെൽ ഓൾവേസ്? അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളും ഇതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത പച്ചക്കറിത്തോട്ടം ഇങ്ങനെ സംരക്ഷിക്കാറുണ്ടോ അല്ലെങ്കിൽ നിലനിർത്താറുണ്ടോ? അതിന് വേണ്ട വിളവ് കിട്ടാറുണ്ടോ എന്ന് ചോദിക്കുക. ഇനി അടുത്തത് ബാബു എന്ന് പറഞ്ഞൊരു കുട്ടി പറയുന്ന കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. എ പംകിൻ വൈൻ ദാറ്റ് സ്പ്രൗട്ടഡ്, മീനിങ് എന്താ? മുളയ്ക്കുക. ഓൺ ഇറ്റ്സ് ഓൺ ഇൻ ദ ബാക്ക് യാർഡ് എന്ന് വെച്ചാൽ വീടിൻ്റെ പിറകുവശം. ബാക്ക് യാർഡ് ഓഫ് ദ കിച്ചൺ വാസ് റെഡി ടു സ്പ്രെഡ്. I made a furrow around it, manured and watered it. It grew well, but yielded only 2 or 3 pumpkins. Manured എന്ന് പറഞ്ഞാൽ എന്താ? വളം നന്നായിട്ട് ഇട്ടു. ഫ്യൂറോ എന്ന് പറഞ്ഞാൽ ഒരു വരമ്പുണ്ടാക്കി വെച്ചു. അപ്പോൾ നമുക്ക് നോക്കാം ഈ കുട്ടി എന്താ പറയുന്നത്. ഒരു പംകിൻ്റെ തയ്യ് എന്ന് വെച്ചാൽ ഒരു മത്തങ്ങയുടെ തയ്യ് വീടിൻ്റെ ബാക്കിലായിട്ട് തനിയെ വളർന്നു വന്നു. ഓൺ ഇറ്റ്സ് ഓൺ എന്ന് പറഞ്ഞാൽ തനിയെ വളർന്നു വന്നതാ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ട് അത് അവിടെ ആകെ പന്തലിച്ചു. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു? അതിന് കറക്റ്റായിട്ടൊരു വരമ്പൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അതിന് നന്നായിട്ട് വളമിട്ട് നന്നായി വാട്ടേഡ് എന്ന് പറഞ്ഞാൽ എന്താ? നന്നായി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. പക്ഷെ ഇത്ര അധികം പരിപാലിച്ചിട്ടും അവിടെ ഉണ്ടായ പംകിൻ എന്ന് പറയുന്നത് ആകെ 2-3 എന്തുകൊണ്ടാവും? Nurturing alone is not enough to get more yield. There are other factors to be considered too. Nurturing എന്ന് പറഞ്ഞാൽ പരിപാലനം, സംരക്ഷിക്കുക. നമ്മളൊരു ചെടീനെ സംരക്ഷിച്ചാൽ മാത്രം പോരാ, വേറെയും കുറേ കാര്യങ്ങൾക്ക് ഒരു ചെടി വളരണമെങ്കിൽ ആവശ്യമുണ്ട്. ആ കുട്ടി അതിലെന്താ ചെയ്ത്? അവനതിനൊരു വരമ്പൊക്കെ ഉണ്ടാക്കി വെച്ച് അതിന് വെള്ളം ഒഴിച്ചു, വളമിട്ടു. അത് മാത്രം മതിയോ എന്നാണ് ചോദിക്കണേ? അല്ല. ഫെർട്ടൈൽ സോയിൽ, വളക്കൂറുള്ള മണ്ണ് വേണം. ഫേവറബിൾ ക്ലൈമറ്റ്, അനുയോജ്യമായ കാലാവസ്ഥ വേണം. ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, ഗുണമേന്മയുള്ള വിത്തായിരിക്കണം. അപ്പോൾ ഒരു ചെടിയെ പരിപാലിച്ചാൽ മാത്രം പോരാ, അതിന് എന്തൊക്കെ വേണം? ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം വേണം. ഇത് കൂടാതെയുള്ള ഒരുപാട് ഘടകങ്ങൾ ആവശ്യമുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് സൂര്യപ്രകാശം വേണ്ടേ? കറക്റ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കണം. പിന്നെന്താ? പെസ്റ്റ് കൺട്രോൾ, അതും കീടാണുക്കൾ വരുമ്പോൾ അത് കൺട്രോൾ ചെയ്യണ്ടേ? ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റ്സ് ഒക്കെ എഴുതിയിട്ട് നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ തരുന്നുണ്ട്, അതിൽ നോക്കാം കേട്ടോ. ഇനി സീഡ് ക്വാളിറ്റി. എ സിംഗിൾ പ്ലാന്റ് yield plenty ഓഫ് സീഡ്സ്. പ്ലൻറ്റി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ധാരാളം. ഒരു ചെറിയ പ്ലാന്റിൽ നിന്ന് ഒരുപാട് വിത്തുകൾ നമുക്ക് കിട്ടും. ആർ ഓൾ സീഡ്സ് സ്യൂട്ടബിൾ ഫോർ ഫാമിംഗ്? ഇങ്ങനെ കിട്ടുന്ന എല്ലാ സീഡ്സും കൃഷിക്ക് വേണ്ടിയിട്ട് അനുയോജ്യമാവോ? വൈ ഡു യു തിങ്ക് ദ പംകിൻ ദാറ്റ് ഗ്രൂ ഇൻ ദ കിച്ചൺ യാർഡ് ഡിഡ് നോട്ട് പ്രൊഡ്യൂസ് മച്ച്? ഡു യു റിയലൈസ് ദാറ്റ് ഓൾ സീഡ്സ് മേ നോട്ട് ഹാവ് ദ സെയിം ക്വാളിറ്റി? അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതൊന്ന് മനസ്സിലായി എന്നാണ് ചോദിക്കണേ. എല്ലാ സീഡ്സിനും നമുക്ക് നല്ലൊരു പ്രൊഡക്ഷൻ കിട്ടുമോ? ഇനി കിട്ടണില്ലെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായേ? ഇതിൻ്റെ ആൻസേഴ്സ് നമുക്ക് അടുത്ത പോർഷനിൽ വേണ്ടി നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ് വൈൽ സെലക്ടിങ് സീഡ് ഫ്രം എ പ്ലാന്റ്? ഒരു പ്ലാന്റിൽ നിന്ന് നമ്മളൊരു വിത്ത് കളക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം? ഒബ്സർവ് ദീസ് പിക്ചർ, നോട്ട് ദ ഡിഫറൻസ്. അപ്പോൾ ഈ പിക്ചർ നോക്കിയിട്ട് എന്ത് വ്യത്യാസമാണ് നിങ്ങൾ കാണുന്നതെന്ന് നോക്കണം.
ഫസ്റ്റ് പിക്ചറിൽ നമ്മൾ നോക്കുമ്പോൾ എന്താ ലേഡീസ് ഫിംഗർ വെണ്ടക്കായ നന്നായിട്ട് നിൽക്കുന്ന ഒരു പിക്ചറാണ് കാണുന്നത്. രണ്ടാമത്തേലോ എന്തോ ഒരു രോഗാണുബാധ വന്നിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് നമുക്ക് കാണുന്നത്, വെണ്ടക്കായുടെ തന്നെ. അപ്പോൾ വിച്ച് ഹാസ് മോർ ഈൽഡ്, ഏതിനായിരിക്കും ഏറ്റവും കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവുക? പിക്ചർ കണ്ടാൽ നമുക്കറിയാം ഫസ്റ്റ് പിക്ചറിനെ. ക്യാൻ സീഡ് ബി കളക്റ്റഡ് ഫ്രം എ ഡിസീസ്ഡ് പ്ലാന്റ്. ഇനി നെക്സ്റ്റ് പിക്ചർ എങ്ങനെയാണ്? ഡിസീസ്ഡ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു രോഗബാധ ഉള്ള ഒരു വെണ്ടക്കായുടെ ചെടിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സീഡ് വിത്ത് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണേ. അങ്ങനെ ഒരു വിത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ നടുമ്പോൾ ആ വളർന്നു വരുന്ന ചെടിയും അതുപോലെ തന്നെ ആവില്ലേ? അപ്പോൾ അതിൻ്റെ ആൻസർ എന്താ? നോ. ഹാവ് യു നോട്ടീസ്ഡ് ദാറ്റ് ഫ്രൂട്ട് ആർ ഫോംഡ് ഇൻ എ പ്ലാന്റ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഇറ്റ്സ് ലൈഫ്? ഒരു പ്ലാന്റിൻ്റെ ലൈഫിൽ, ജീവിതത്തിലെ അതിൻ്റെ ഓരോ സ്റ്റേജ് എത്തുമ്പോഴായിരിക്കും അതിൽ ഫ്രൂട്ട് ഉണ്ടാവുക. വിച്ച് സ്റ്റേജ് ഈസ് സ്യൂട്ടബിൾ ഫോർ കളക്ടിങ് സീഡ്? ദ ഫസ്റ്റ് ഫോംഡ്, മിഡ് ഫോംഡ് ഓർ ദോസ് ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് ഗ്രോയിങ്? നമ്മൾക്കൊരു ചെടിയിൽ നിന്ന് അതിൻ്റെ വിത്ത് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈം, ഏറ്റവും നല്ല സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് വളരുമ്പോൾ ഉള്ള സ്റ്റേജാണോ, ഫസ്റ്റ് ഫോംഡ് ആയ സ്റ്റേജാണോ, അതോ ഒരു മിഡിൽ, ഒരു മധ്യ കാലഘട്ടത്തിലാണോ, അതോ ഇനി അത് വലുതായി കഴിഞ്ഞതിന് ശേഷമാണോ നമ്മളൊരു വിത്ത് ഒരു ചെടിയിൽ നിന്ന് കളക്ട് ചെയ്യാമെന്ന് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസേഴ്സ് തൊട്ടടുത്ത് ഇതാ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഡയഗ്രാം നോക്കി നോക്കിയേ. പ്ലാന്റ് ഫ്രം വിച്ച് സീഡ്സ് ആർ കളക്റ്റഡ്, ഏത് പ്ലാന്റ്സിൽ നിന്നാണ് നമ്മൾ വിത്തുകൾ കളക്ട് ചെയ്യേണ്ടത്? ഒരെണ്ണം ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സീഡ്സ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട് ദാറ്റ് ഫോം ഇൻ ദ മിഡ് സ്പാൻ. മധ്യകാലഘട്ടത്തിലെ ഫോം ചെയ്തിരിക്കുന്ന ഒരു ഫ്രൂട്ടിൽ നിന്നാണ് നമ്മൾ സീഡ് കളക്ട് ചെയ്യേണ്ടത്. ഇനി സീഡ്സ് ഷുഡ് ബി ഫ്രീ ഫ്രം ഇൻഫെക്ഷൻ ഓർ ഡിസീസസ്. അപ്പോൾ വിത്തുകൾ എങ്ങനെ വേണം? രോഗാണുബാധ ഇല്ലാത്ത വിത്തുകളായിരിക്കണം. ഇനി നെക്സ്റ്റ് എന്താ? സീഡ്സ് ഹാവിങ് ഹൈ ജെർമിനേഷൻ. ജെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുളയ്ക്കുക. അപ്പോൾ പെട്ടെന്ന് മുളയ്ക്കുന്ന വിത്തുകളായിരിക്കണം. ഇനി അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒബ്സർവ് ഹൗ എനി 2 or 3 വെറൈറ്റി ഓഫ് സീഡ്സ് ആർ കളക്റ്റഡ് ആൻഡ് സ്റ്റോർഡ് ആൻഡ് നോട്ട് ഇറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ ഏതെങ്കിലും 2 or 3 വെറൈറ്റി ആയിട്ടുള്ള സീഡ്സ് നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അതെങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആൻസർ പറഞ്ഞു തരാം. അതിനു മുമ്പ് തൊട്ട് താഴെ നോക്കുക. സോയിങ് ആൻഡ് സ്പ്രൗട്ടിങ്. സ്പ്രൗട്ടിങ്ങിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞത് ഓർമ്മയില്ലേ? മുളയ്ക്കുക. അപ്പോൾ വിതയ്ക്കുക, മുളയ്ക്കുക. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൈകൾ പറിച്ചു നടാൻ പറ്റും. ഇനി പറിച്ചു നടാൻ പറ്റാത്ത തൈകളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഒന്ന് എഴുതാട്ടോ. ഇതിലിവർ ഒരാളുടെ കാര്യം പറയുന്നുണ്ട്, ബ്രിഞ്ചലിൻ്റെ കാര്യം. ബ്രിഞ്ചലിൻ്റെ നല്ല തൈകൾ ഉണ്ടെങ്കിൽ നമുക്ക് വിതച്ച് അത് മുളച്ചതിന് ശേഷം നമുക്ക് നടാമെന്ന് പറയുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം അതിലൊരെണ്ണം ഞാൻ പറഞ്ഞില്ലേ ആൻസർ പറഞ്ഞു തരാമെന്ന്. നമ്മൾ എങ്ങനെയാണ് ഓരോ ഭക്ഷ്യവസ്തുക്കളുടെയും സീഡ്സ് വിത്ത് കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്യുക? നമുക്ക് നോക്കാം കുറച്ച് എക്സാമ്പിൾ. ആദ്യം ഞാൻ എഴുതിയിരിക്കുന്നത് ടൊമാറ്റോ ആണ് കേട്ടോ. സ്ക്യൂസ് ടൊമാറ്റോ ഇൻ ടു എ പേപ്പർ ടവൽ ആൻഡ് ലെറ്റ് ഇറ്റ് ഡ്രൈ ഫോർ 1 week ആൻഡ് സ്റ്റോർ ഇറ്റ്. ഒരു ടൊമാറ്റോ എടുത്തിട്ട് ഒരു പേപ്പർ ടവൽ, നമ്മൾ ഈ ടിഷ്യൂ ഒക്കെ പോലെ, അതിലേക്ക് നമ്മൾ സ്ക്യൂസ് ചെയ്യുക എന്ന് പറയാം, പിഴിയുക. പിഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതിലെന്ത് വീഴും? അതിൻ്റെ വിത്തുകൾ വീഴും. എന്നിട്ട് അതൊന്ന് ഉണക്കാൻ വയ്ക്കുക, ഒരാഴ്ചയോളം ഉണക്കാൻ വയ്ക്കുക. എന്നിട്ട് അത് സ്റ്റോർ ചെയ്യുക. അപ്പം നമുക്ക് ടൊമാറ്റോയുടെ വിത്ത് കിട്ടി. ഇനി ബ്രിഞ്ചൽ, വഴുതനങ്ങ. കളക്ട് സീഡ് ഫ്രം ബ്രിഞ്ചൽ, സെപ്പറേറ്റ് ഇറ്റ്സ് ഫ്ലഷ്, ഡ്രൈ സീഡ് ഇൻ സൺലൈറ്റ് ആൻഡ് സ്റ്റോർ ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ബ്രിഞ്ചലിൻ്റെ അകത്തിൽ നിന്ന്, ആ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാംസത്തിൽ നിന്ന്, അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നമ്മുടെ സീഡ് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് വേണം? സൺലൈറ്റിൽ ഉണക്കാൻ വയ്ക്കുക. അതിനുശേഷം അത്. ഇനി നെക്സ്റ്റ് പീ പ്ലാന്റ്. കളക്ട് സീഡ് ഫ്രം പീ, ഡ്രൈ ഇറ്റ് ഇൻ സൺലൈറ്റ് ആൻഡ് സ്റ്റോർ ഇറ്റ്. എന്താ വേണ്ടത്? നമ്മൾ പീന്ന്, പയറിൽ നിന്ന് എന്ത് വേണം? ആ പയറിൻ്റെ മണികൾ നമ്മളെടുത്തിട്ട് എന്ത് ചെയ്യും? ഉണക്കുക. സൺലൈറ്റിൽ, സൂര്യപ്രകാശത്തിൽ ഉണക്കിയിട്ട് നമ്മളത് സ്റ്റോർ ചെയ്യാം. 3 കിട്ടിയില്ലേ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി? നമ്മൾ വിത്തിൻ്റെ കാര്യം നോക്കി, നല്ല വിത്തുകൾ എടുത്തിട്ട് അത് തൈകളാക്കാനുള്ള കാര്യങ്ങൾ നോക്കി. ഇനി ഇങ്ങനെയായ തൈകൾ ചില തൈകൾ നമുക്ക് പറിച്ച് നടാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി അടുത്തത് നോക്കുന്നത് സ്റ്റെം കട്ടിങ്. Aren't you familiar with plants that germinate from seed and those that sprout from other parts? നിങ്ങൾ നല്ല സീഡ്സിൽ നിന്ന്, വിത്തുകളിൽ നിന്ന് എന്ത് വേണം? തൈകൾ മുളയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ഓരോ സ്റ്റെം പാർട്ട് എന്ന് വെച്ചാൽ ഓരോ കൊമ്പിൽ, ഓരോ മരത്തിൻ്റെ കൊമ്പുകളിലും ഓരോ ചെടികൾ മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ട്. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എന്താ സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൈകൾ. സീഡ്സിൽ നിന്ന്, വിത്തുകളിൽ നിന്ന് തൈകൾ ഉണ്ടാവണേന് നമ്മൾ പറയുന്ന പേരാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദ ഫോർമേഷൻ ഓഫ് ന്യൂ പ്ലാന്റ്ലെറ്റ് ഫ്രം പാർട്സ് ലൈക്ക് റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ് ഈസ് കോൾഡ് വെജിറ്റേഷൻ പ്രൊപ്പഗേഷൻ. പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെടികൾ. പുതിയ ചെടികൾ ഫോം ചെയ്യാണ്. എവിടെ? ഒരു റൂട്ടിലെ, വേരുകളിലെ, സ്റ്റെമ്മിലെ അല്ലെങ്കിൽ ലീഫിലെ.
അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വാട്ട് ഈസ് നോൺ ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് വരുന്നുണ്ട്. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ് ഈസ് ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സീഡ്സിൽ നിന്ന് തൈകൾ ഉണ്ടാവുക, അതിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വാട്ട് ഈസ് നോൺ ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, പുതിയ തൈകൾ അല്ലെങ്കിൽ പുതിയ ചെടികൾ റൂട്ട്സിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, ലീഫിൽ നിന്നൊക്കെ ഉണ്ടാവുന്നതിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയും. നെക്സ്റ്റ്, ടാപ്പിയാക്കോ ആൻഡ് സ്വീറ്റ് പൊട്ടറ്റോ ആർ കൾട്ടിവേറ്റഡ് ബൈ പ്ലാന്റിംഗ് സ്റ്റെം കട്ടിംഗ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾ ഫോർ പ്ലാന്റ്സ് ഫോംഡ് ത്രൂ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ ഇതിൽ ടാപ്പിയാക്കോ കൊള്ളി, അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങൊക്കെ എങ്ങനെയാണ് തണ്ട് മുറിച്ചിട്ടാണ് അത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് എക്സാമ്പിൾസും കൂടി നിങ്ങളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്തിന്? സെക്ഷൽ റീപ്രൊഡക്ഷനും വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? എന്താ പഠിച്ചേ? സീഡിൽ നിന്ന്, വിത്തിൽ നിന്ന് തൈകൾ ഉണ്ടാവുക, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ എന്താ പഠിച്ചേ? പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെടികൾ ഉണ്ടാവുക. എവിടെ നിന്ന്? റൂട്ട്സിൽ നിന്ന്, സ്റ്റെമ്മിൽ നിന്ന്, അതുപോലെ ലീഫിൽ നിന്ന്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, കിട്ടുന്നുണ്ടോയെന്ന്. എന്നിട്ട് ഇതിൽ നോക്കി എഴുതാം കേട്ടോ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നത് ബ്രിഞ്ചൽ, ചില്ലി, കുക്കുംബർ, ലേഡീസ് ഫിംഗർ, ബിറ്റർ ഗാർഡ്. ബിറ്റർ ഗാർഡൊക്കെ എന്താ? കയ്പയ്ക്ക. ബ്രിഞ്ചൽ എന്താ? വഴുതനങ്ങ. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനിൽ വരുന്നത് ടാപ്പിയാക്കോ, സ്വീറ്റ് പൊട്ടറ്റോ, പ്ലാന്റെയിൻ, ഷുഗർ കെയിൻ, എലിഫൻ്റ് യാം. ചേന, മധുരം കിഴങ്ങ്, കൊള്ളി. പ്ലാന്റെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? വാഴ. ഇനി ഇറ്റ്സ് എ ന്യൂ ഗോവ പ്ലാന്റ് പ്രൊഡ്യൂസ് യൂഷ്വലി ബൈ പ്ലാന്റിംഗ് ഇറ്റ്സ് സ്റ്റെം കട്ടിംഗ്. What is the method to produce a new plant with all the qualities of the parent plant? What will happen if we plant after sprouting roots on the branches of the parent plant? നമുക്ക് പാരൻറ്റ് പ്ലാന്റിൻ്റെ, മാതൃ പ്ലാന്റിൻ്റെ ചെടിയുടെ അതേ ഗുണങ്ങളുള്ള ഒരു പ്ലാന്റിനെ നമുക്ക് ഇനി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. പറ്റും, നമുക്ക് ഒരുപാട് മെത്തേഡ് ഉണ്ട് നമുക്കതിന്. അപ്പം നമുക്ക് നോക്കാതെ എങ്ങനെയാണ്. ഫസ്റ്റ് മെത്തേഡ് എന്താ? ലയറിങ്. ലയറിങ് എന്താണ്? ലയറിങ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഏതാണ്? ഇനി ലയറിങ് കൊണ്ട് നമുക്ക് മെറിറ്റ്സും ഉണ്ട്, ഡീമെറിറ്റ്സും ഉണ്ട്. ലയറിങ് കൊണ്ട് ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെ ദോഷങ്ങളും ഉണ്ട്. ഇതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ഇതൊക്കെ വായിച്ച് മനസ്സിലായതിന് ശേഷം ലാസ്റ്റത്തെ നോട്ട്സ് എഴുതിയെടുത്തോളാം കേട്ടോ. ലയറിങ്ങിൻ്റെ സ്റ്റെപ്സ് നോക്കാം. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. സാപ്ലിംഗ് എന്ന് പറഞ്ഞാൽ തൈ. ഏത് ബ്രാഞ്ചിലാണോ, പ്ലാന്റിൻ്റെ ഏത് കൊമ്പിലാണോ നിങ്ങൾക്ക് ആ തൈ വളരുന്നുണ്ട്, ആ ബ്രാഞ്ച്, ആ ഒരു കൊമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. ഇനി ആ ബ്രാഞ്ച്, ആ കൊമ്പ് എന്ന് പറയുന്നത് ഒരു പെൻസിലിൻ്റെ തിക്നെസ് ഉണ്ടാകാൻ പാടുള്ളൂ, കട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. ദ ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെം ആർ ബെറ്റർ. പീൽ ഓഫ് 1 centimeter ഓഫ് ബാർക്ക് ഫ്രം ദ സ്റ്റെം ഇൻ എ സർക്കുലർ ഷേപ്പ്. പീൽ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചെത്തിയെടുക്കുക. ചെത്തിയെടുക്കണം. എന്ത്? ബാർക്ക് ഫ്രം ദ സ്റ്റെം എന്ന് പറയുമ്പോൾ അതിൻ്റെ തൊലി, ആ സ്റ്റെമ്മിൻ്റെ ആ ഒരു തൊലി സർക്കുലർ ഷേപ്പിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾ ഫസ്റ്റ് പിക്ചറിൽ കണ്ട ഒരു സർക്കുലർ എന്ന് പറയുമ്പോൾ അവർ റൗണ്ടായിട്ടാണ്, അതിൻ്റെ ചുറ്റുമാണ് അവർ ആ തൊലി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയ്സ്റ്റ് ആൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ, സോയിൽ ആൻഡ് സോഡസ്റ്റ്. ഈ ചെത്തിയെടുത്ത ഭാഗത്ത് നമ്മൾ എന്ത് കൊണ്ട് കവർ ചെയ്യണം? കോക്കനട്ട് ഫൈബർ എന്ന് പറയുമ്പോൾ ചകിരിച്ചോറ് എന്ന് പറയാം, ചകിരിയുടെ ഉള്ളിലുള്ള പൊടികൾ. പിന്നെ സോയിൽ, മണ്ണ്. പിന്നെ എന്താ? സോഡസ്റ്റ്, മരത്തിൻ്റെ പൊടി. അപ്പോൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ കുറച്ച് നനവുള്ളത്, കുറച്ച് നനവുള്ള ഈ 3 പാർട്ടിക്കിൾസും ഈ 3 സാധനങ്ങളും കൂടിയിട്ട് നമ്മൾ എന്ത് വേണം? ആ ഒരു ചെത്തിക്കളഞ്ഞ ഭാഗത്ത് നമ്മൾ കവർ ചെയ്യണം. ഇനി കവർ ഇട്ട് വിത്ത് പോളിന്ത്യൻ ഷീറ്റ്. അത് കഴിഞ്ഞിട്ട് ഒരു പോളിന്ത്യൻ ഷീറ്റ് വെച്ചിട്ട് അതിനൊന്ന് കവർ ചെയ്യുക. ദ ബോത്ത് ആൻഡ് വിത്ത് ട്വൈൻ എന്ന് പറഞ്ഞാൽ ബോത്ത് എൻഡിലും, 2 അറ്റങ്ങളിലായിട്ട് ട്വൈൻ എന്ന് പറഞ്ഞാൽ ചാക്ക് ചരട് കൊണ്ട് നമ്മൾ കെട്ടിവെക്കുക. വെറ്റ് ഇറ്റ് വിത്ത് ഇനഫ് വാട്ടർ ടു റീറ്റെയിൻ മോയ്സ്ചർ. ഇടയ്ക്കിടയ്ക്ക് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുക്കുക. ന്യൂമറസ് റൂട്ട്സ് വിൽ സ്പ്രൗട്ട് വിത്തിൻ 2 months. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ എ പോട്ട് ടിൽ ഇറ്റ് ഈസ് റെഡി ടു ബി ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ സോയിൽ. അപ്പോൾ ആ നമ്മളവിടെ ടൈ ചെയ്ത് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ടല്ലേ, അവിടെ നിന്ന് ചെറിയ ചെറിയ റൂട്ട്സൊക്കെ ഫോം ചെയ്യും. അപ്പോൾ ഫോം ചെയ്തതിന് ശേഷം എന്താ ചെയ്യുക? ആ ബ്രാഞ്ച് അവിടെ നിന്ന് കട്ട് ചെയ്ത് ഒരു പോട്ടിലേക്ക് വയ്ക്കുക. പോട്ടിലേക്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ ചെടിച്ചട്ടികളിലേക്ക് നമുക്ക് വയ്ക്കുക. എന്നിട്ട് അത് മണ്ണിലേക്ക് എടുത്ത് കുഴിച്ചിടാൻ പാകമാവുമ്പോൾ അതിന് ശേഷം ആ പോട്ടിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുക. അപ്പോൾ എന്താ പറഞ്ഞേ? നമ്മൾ കെട്ടിവെച്ച സ്ഥലത്ത് ചെറിയ ചെറിയ വേരുകൾ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു ചെടിച്ചട്ടിയിലേക്ക് എടുത്ത് മാറ്റുന്നു. അതിന് ശേഷം എന്ത് വേണം? ഇത് മണ്ണിലേക്ക് എടുത്ത് വയ്ക്കാൻ പാകമാവുമ്പോൾ എടുത്ത് മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ 4 സ്റ്റെപ്സാണ് പഠിച്ച ലയറിങ്ങിൽ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു?
ഒരു പെൻസിൽ തിക്നെസ്സിൽ പെൻസിലിൻ്റെ കട്ടിയിലുള്ള ഒരു ബ്രാഞ്ച് ഒരു കൊമ്പ് നമ്മളോട് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം അതിൻ്റെ ചുറ്റുമുള്ള തൊലി ബാർക്ക് നമ്മൾ എന്ത് ചെയ്തു, പീൽ ഓഫ് ചെയ്തു. പീൽ ഓഫ് ചെയ്യാൻ പറഞ്ഞാൽ ചെത്തിയെടുത്തു. അതിനുശേഷം എന്താ ചെയ്ത്, കവർ ഇറ്റ് വിത്ത് എന്തുകൊണ്ടൊക്കെ കവർ ചെയ്തു, സോയിൽ, കോക്കനട്ട് ഫൈബർ, സോഡസ്റ്റ്, മരപ്പൊടി, മണ്ണ്, ചകിരിച്ചോറ്. ഇതെല്ലാം ഒരു മോയ്സ്ചൻഡായിട്ട് എന്ന് വെച്ചാൽ ഒരു നനവോട് കൂടിയിട്ട് നമ്മൾ ഇതിനെ കവർ ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്തു, കവർ ചെയ്തിട്ട് വിത്ത് പോളിന്തിയൻ ഷീറ്റ്, ഒരു പോളിന്തിയൻ ഷീറ്റ് വെച്ച് അതിനെ കവർ ചെയ്തു. എന്നിട്ട് 2 അറ്റങ്ങളിലും നമ്മൾ ചാക്ക് ചിരടുകൊണ്ട് കെട്ടിവെച്ചു, ജൂട്ട് ട്വൈൻ. അതുകൊണ്ട് കെട്ടിവെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, കുറേ കഴിയുമ്പോൾ അതിനിടയ്ക്കിടയ്ക്ക് നമ്മൾ നനവ് കൊടുക്കണം. എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ടൊരു നനവ് കൊടുക്കുക അവർക്ക്. അതിനുശേഷം അവിടെ നിന്ന് എന്ത് കാണാം, ചെറിയ ചെറിയ റൂട്ട്സ് വരുന്നത് കാണാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ബ്രാഞ്ച് കട്ട് ചെയ്തിട്ട് പോട്ടിലേക്ക് എടുത്ത് വയ്ക്കുക, ചെടിച്ചട്ടിയിലേക്ക് എടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് മണ്ണിൽ കുഴിച്ചിടാൻ പാകമാകുമ്പോൾ അവിടെ നിന്ന് എടുത്ത് മണ്ണിലേക്ക് വയ്ക്കാം. ഇതാണ് ലെയറിങ്ങിൻ്റെ സ്റ്റെപ്പ്. Layering is effective in plants like jasmine, rose, hibiscus, cashew and sapota. Layering is also done on branches that grow close to the soil by bending the middle of the branch into the soil. അപ്പോൾ ലെയറിങ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ഉള്ളത് ഏതിലൊക്കെയാണ്, ജാസ്മിൻ മുല്ലപ്പൂവിൻ്റെ ചെടികളിലെ, റോസ്, അതുപോലെ ഹിബിസ്കസ് ചെമ്പരത്തി, കാഷ്യൂ ആൻഡ് സപ്പോട്ട ഈ ചെടികളിലൊക്കെ നമുക്ക് ലെയറിങ് ചെയ്യാൻ പറ്റും. ഇത് മാത്രമല്ല മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബ്രാഞ്ചസ് ഉണ്ടാവില്ലേ ചില മരങ്ങളിൽ, അവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ലെയറിങ് ചെയ്യാൻ പറ്റും. ലെറ്റ് us എക്സാമിൻ സം ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു ലെയറിങ്. ലെയറിങ്ങിനോട് ബന്ധപ്പെട്ട കുറച്ച് ഇൻഫോർമേഷൻസ് നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ പ്ലാന്റ്സ് ക്യാൻ ബി ഗ്രോൺ ദിസ് വേ. മിക്ക പ്ലാന്റ്സുകളും ചെടികളും നമുക്ക് ഇതുപോലെ വളർത്താൻ പറ്റും. Plants formed from layering do not have as much lifespan as plants formed from seed germination. ജെർമിനേഷൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ്, മുളയ്ക്കുക. അപ്പോൾ വിത്ത് വെച്ച് മുളച്ച് വരുന്ന പ്ലാന്റ്സിൻ്റെ അത്രയ്ക്ക് ആയുസ് ഇങ്ങനെ വളരുന്ന പ്ലാന്റ്സിന്, ഈ ലെയറിങ് ചെയ്ത് വളരുന്ന പ്ലാന്റ്സിന് ഉണ്ടാവില്ല. ദേ വിൽ ബി ഓഫ് സ്മോളർ സൈറ്റ്. അതുമാത്രമല്ല അവർ അധികം സൈസ് വലുതാവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ, ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദ പാരൻറ്റ് പ്ലാന്റ്. ഇവർക്ക് എന്തുണ്ടാവും, ഇങ്ങനെ വളരുന്ന പ്ലാന്റ് മീൻസ് നമ്മൾ ലെയറിങ് ചെയ്ത് വളർത്തുന്ന പ്ലാന്റ്സിന് പാരൻറ്റ് പ്ലാന്റിൻ്റെ ക്വാളിറ്റീസ് ഉണ്ടാവും. മാതൃചെടിയുടെ എല്ലാ ക്വാളിറ്റീസും ഇവർക്ക് ഉണ്ടാവും. ഇഫ് ലെയറിങ് ഇസ് ഡൺ ഓൺ ഡിസീസ്ഡ് പ്ലാന്റ്, ന്യൂ പ്ലാന്റ്ലെറ്റ് വിൽ ആൾസോ ബി ഇൻഫെക്റ്റഡ്. പ്ലാന്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചെടികൾ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ളൊരു ചെടിയും വേണം. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു രോഗബാധമുള്ള ഏതെങ്കിലും ഒരു ചെടിയിലാണ് നമ്മൾ ലെയറിങ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് മുളച്ചു വരുന്ന പുതിയ ചെടിക്കും എന്തുണ്ടാവും, ഇതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാവും, രോഗാണുബാധകൾ ഉണ്ടായിരിക്കും. ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഓഫ് സച്ച് പ്ലാന്റ്സ് ആർ ഫാസ്റ്റർ ദാൻ ദോസ് പ്ലാന്റ്സ് ഫോംഡ് ഫ്രം സീഡ്സ്. വിത്തുകളിൽ നിന്ന് വളർന്നു വരുന്ന ചെടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവർക്ക് വേഗം പൂവിടുകയും അതുപോലെ തന്നെ ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇനി through this method we can produce more sapling within a short period. നമുക്ക് കുറഞ്ഞ അളവിൽ ഒരുപാട് സാപ്ലിങ്സ്, ഒരുപാട് തൈകൾ നമുക്ക് ഈ മെത്തേഡ് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ലെയേർഡ് പ്ലാന്റ്സ് ഡു നോട്ട് പോസസ് ദ ടാപ്പ്റൂട്ട് സിസ്റ്റം. തായ്വേര് ഇവർക്ക് ഉണ്ടായിരിക്കില്ല, അതിൻ്റെ സംവിധാനങ്ങൾ ഇവർക്ക് ഉണ്ടാവില്ല. ദേ റിക്വയർ മോർ കെയർ. അതുമാത്രമല്ല ഇവർക്ക് ഒരുപാട് കെയർ അത്യാവശ്യമാണ്. With the help of the information given above, write down in your science diary the merit and demerit of plantlets produced through layering. ഈ ലെയറിങ് കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഓരോ ചെടികളുടെയും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഇപ്പോൾ നമ്മൾ ഈ ഇൻഫോർമേഷൻ കണ്ടില്ലേ, ഇത് വെച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് വീഡിയോയുടെ ലാസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ലാസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്രാഫ്റ്റിംഗ്, കൊമ്പൊട്ടിക്കലാണ് ഗ്രാഫ്റ്റിംഗ് കേട്ടോ. Grafting is another method used to produce superior quality plantlet. superior quality എന്ന് പറയുമ്പോൾ ഗുണമേന്മയുള്ള ചെടികൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് പ്രാക്ടീസ്ഡ് ഫ്രം ആൻഷ്യൻറ്റ് ടൈംസ്. പണ്ട് തൊട്ടിട്ടേ യൂസ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. superior quality plantlet are produced by joining the stems of two plants of the same species. ഒരേ വർഗത്തിൽപ്പെട്ട 2 ചെടികളിലൂടെ നമുക്കൊരു ഗുണമേന്മയുള്ള ഒരു ചെടി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സ്റ്റോക്ക്. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് റൂട്ടുള്ള ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യും. ആ പ്ലാന്റിനെ പറയുന്ന പേരാണ് സ്റ്റോക്ക്. വേരോട് കൂടി എടുക്കുന്നതിനെ സ്റ്റോക്ക് എന്ന് പറയും. ആൻഡ് ദ ബ്രാഞ്ച് സെലക്റ്റഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കോൾഡ് സൈൻ. അപ്പോൾ നമ്മൾ ഏത് ബ്രാഞ്ചിലേക്കാണോ ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് ആ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് സൈൻ. Branches of mango trees like Neelam, Malgova, etc. can be grafted to the plantlet of indigenous mango tree. Here the plantlet of the indigenous mango tree is the stalk and the branch of Malgova is the sign.
അപ്പം നമുക്ക് ഇതുപോലെ നമ്മുടെ ഇൻഡിജിനസ് എന്ന് പറയുമ്പോൾ സ്വദേശികളായ എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ തന്നെ മാവിൻ തൈകളിൽ ഈ മൽഗോവ നീലം എന്ന് പറയുന്ന മാവിൻ തൈയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ ആരായിരിക്കും ഈ സൈനും അതുപോലെ തന്നെ സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ മാവിൻ തൈ ആരാണോ അതാണ് സ്റ്റോക്ക്. ഇനി ആരാണോ നമ്മൾ കൊടുന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വേറൊരു ട്രീ അല്ലെങ്കിൽ വേറൊരു പ്ലാന്റ് നമ്മൾ കൊണ്ടുപോയി ഒട്ടിക്കില്ലേ, അവിടെ കൊണ്ടുപോയിട്ട് ഒട്ടിക്കാൻ പോകുന്നത് ആരാണോ, ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ആരാണോ അതാണ് സൈൻ. അപ്പോൾ ഇവിടെ മൽഗോവനയല്ലേ നമ്മൾ കൊടുന്ന് ഒട്ടിക്കാൻ പോണേ, അപ്പോൾ അതാണ് അവിടുത്തെ സൈൻ. ലെറ്റ് us ട്രൈ ദിസ് ആക്ടിവിറ്റി. ഇനി ഇവിടെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കാൻ പറയേണ്ടത്. ഇതാണ് ഗ്രാഫ്റ്റിങ്ങിൻ്റെ ഓരോ സ്റ്റെപ്പ് കേട്ടോ. പീൽ ഓഫ് ദ ബാർക്ക് ഫ്രം ദ ഫേസിങ് സൈഡ് ഓഫ് ബോത്ത് ദ സ്റ്റോക്ക് ആൻഡ് സൈൻ ഇൻ 3.5 സെൻറ്റിമീറ്റർ ലെങ്ത്ത്. അപ്പോൾ സൈനിൻ്റെയും അതുപോലെ സ്റ്റോക്കിൻ്റെയും അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്യണ ഭാഗമല്ലേ, മുഖത്തോട് മുഖം നോക്കുന്ന ആ ഭാഗങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം, പീൽ ഓഫ് ദ ബാർക്ക്, അവിടുത്തെ തൊലി, ബാർക്ക് എന്ന് പറഞ്ഞാൽ തൊലി, അത് നമ്മൾ ചെത്തിക്കളയണം. അതിനുശേഷം ബ്രിങ് ദ പീൽഡ് ഓഫ് പോർഷൻ ഓഫ് സ്റ്റോക്ക് ആൻഡ് സൈൻ ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. രണ്ടാളും ഒരുമിച്ച്, സൈനും അതുപോലെ തന്നെ സ്റ്റോക്കും ഒരുമിച്ച് കണ്ടാവും. അവിടെ രണ്ടാമത്തെ പിക്ചറിൽ കണ്ടില്ലേ ഒരുമിച്ച് ഒട്ടി നിൽക്കണം, അതുപോലെ കൊണ്ടുവന്നിട്ട് വ്രാപ്പ് ദം ടുഗദർ ഫേംലി വിത്ത് എ ജ്യൂട്ടോയിൻ. ഒരു ചാക്ക് ചരട് വെച്ചിട്ട് രണ്ടാളെ എന്ത് വേണം, വ്രാപ്പ് ചെയ്യുക, പൊതിയണം. ഇനി കവർ ഇട്ട് വിത്ത് എ വാക്സ് ക്ലോത്ത് ഓർ എ പ്ലാസ്റ്റിക് ടാപ്പ്. ഒരു പ്ലാസ്റ്റിക് ടാപ്പോ അതുപോലെ വാക്സ് ക്ലോത്തോ വെച്ച് നമ്മൾ എന്ത് വേണം, അതിനൊന്ന് കവർ ചെയ്യണം. ആഫ്റ്റർ 1 month കട്ട് പാർഷ്യലി ദ സ്റ്റോക്ക് അബവ് ദ കവേർഡ് ഏരിയ ആൻഡ് ദ സൈൻ ബിലോ. ഇനി ഒരു മാസത്തിന് ശേഷം കട്ട് പാർഷ്യലി, പകുതിയായിട്ട്, ആ പിക്ചറിൽ മൂന്നാമത്തെ പിക്ചറിൽ കണ്ടറിയാം പകുതിയായിട്ട് അവർ കട്ട് ചെയ്തിട്ടുള്ളൂ, പകുതിയായിട്ട് കട്ട് ചെയ്യണം. സ്റ്റോക്കിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേരോട് കൂടി എടുത്തിരിക്കുന്ന തൈയില്ലേ അതിൻ്റെ മുകളിലായിട്ട് കട്ട് ചെയ്യണം, ആ ചട്ടിയിലിരിക്കുന്ന തൈ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം സൈനിൻ്റെ താഴെയായിട്ട്, അപ്പോൾ ഇങ്ങനെ ആ മരത്തിൻ്റെ ആ ഭാഗം, ഓക്കെ, നമ്മൾ ഏത് ബ്രാഞ്ചാണോ എടുക്കുന്നത് അതിൻ്റെ ആ ഭാഗത്തിൻ്റെ താഴെ, ആ കെട്ടി വെച്ചതിൻ്റെ താഴെയായിട്ട് നമ്മൾ കട്ട് ചെയ്യണം. വെയിറ്റ് ഫോർ 1 more month ആൻഡ് കട്ട് ആൻഡ് ഡിറ്റാച്ച് ദ പാർട്ട് കംപ്ലീറ്റ്ലി. ഒരു മാസം വെയിറ്റ് ചെയ്തതിന് ശേഷം ആ ഭാഗം എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് ഡിറ്റാച്ച് എന്ന് പറഞ്ഞാൽ വേർപ്പെടുത്താം കംപ്ലീറ്റ്ലായിട്ട്. വെൻ ഇറ്റ് അറ്റൈൻ പ്രോപ്പർ ഗ്രോത്ത് ഇറ്റ് ക്യാൻ ബി റീപ്ലാന്റഡ് ഇൻ എ മോർ സ്യൂട്ടബിൾ പ്ലേസ്. ഇനി അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഗ്രോത്ത്, ഒരു വളർച്ച വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് എടുത്ത് നമ്മൾക്ക് സോയിലിലേക്ക് റീപ്ലാന്റ് ചെയ്യാം, നമുക്ക് വീണ്ടും അതിനെ നടാം. റിമൂവ് എനി ന്യൂ ബ്രാഞ്ച് സ്പ്രൗട്ടിങ് ഓൺ ദ സ്റ്റോക്ക്. ആ സ്റ്റോക്കുമ്പോൾ നമ്മൾ വേരോട് കൂടി എടുത്തിരിക്കുന്ന ആ തൈയില്ലേ അതുമേ ഏതെങ്കിലും കൊമ്പുകൾ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്തിനാ അത് വെട്ടിക്കളയുന്നത്, നമുക്കിനി വേണ്ടത് അതുമേ ഒട്ടിപ്പിടിപ്പിച്ചിരിക്കുന്ന, അതുമേ വെച്ച് കെട്ടിയിരിക്കുന്ന പുതിയ മാവിൻ്റെ തൈയല്ല, അല്ലെങ്കിൽ ഏത് പ്ലാന്റ് ആണോ അതിൻ്റെ ഫലമല്ലേ നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഇതുപോലെ നിങ്ങളോട് ഏതെങ്കിലും മാവിൻ തൈകളൊക്കെ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ ചോദിക്കുന്നുണ്ട് ഇതുപോലെ വേറെ ഏതെങ്കിലും കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള ഏതെങ്കിലും ഒരു തൈകൾ വേറെ പ്രോസസ്സ് കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കണം. ഇനി അടുത്ത പ്രോസസ്സാണ് പറയുന്നത്, അതിനെക്കുറിച്ചിട്ട് ബഡ്ഡിങ്. In this method, a bud is grafted instead of grafting a branch to another plant. നമ്മൾ ഈ മെത്തേഡിൽ ഒരു ബഡാണ് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒട്ടിച്ച് വയ്ക്കാൻ പോകുന്നത്. നേരത്തെ എന്തായിരുന്നു, കൊമ്പായിരുന്നു നമ്മൾ പരസ്പരം ഒട്ടിപ്പിച്ചത്, ഇവിടെ ബഡാണ്. This method can be used to produce flowers of different colors in the same plant. Buds of other variety can be grown on indigenous varieties. അപ്പോൾ ഇവിടെ എന്താ, ഡിഫറെൻറ്റ് കളേഴ്സുള്ള ഫ്ലവേഴ്സ് നമുക്ക് ഇതുപോലെ ബഡ്ഡിങ് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. റോസിൽ തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ വൈറ്റ് കളറുള്ളത്, യെല്ലോ കളറുള്ളത്, റെഡ് കളറുള്ളത്, പിന്നെ റോസ് കളറുള്ളതൊക്കെ, അതിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇനി എങ്ങനെയാണ് ബഡ്ഡിങ് ചെയ്യാമെന്ന് സ്റ്റെപ്സ് നോക്കാം. കട്ട് ഓഫ് ദ ബഡ് ഫ്രം എ ക്വാളിറ്റി പ്ലാന്റ്. മുകുളങ്ങൾ ഏത് ചെടിയിൽ നിന്നാണോ നമുക്ക് ഈ ബഡ് വേണ്ടത് അത് നമ്മൾ കട്ട് ചെയ്യാം. മേക്ക് എ T-shaped cut on the plant on which the bud is to be grafted and leave the bark open. എന്നിട്ട് എന്ത് വേണം, നമ്മൾ ഏത് ചെടിയുമെയാണ് ഇത് വെക്കാൻ പോകുന്നത്, ഈ മുകുളം വെക്കാൻ പോകുന്നത്, അവിടെ നമ്മൾ എന്ത് വേണം, ഒരു T-ഷേപ്പിൽ അതിൻ്റെ ബാർക്ക്, അതിൻ്റെ തൊലി നമ്മൾ കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പാടില്ല, കട്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെക്കുക. എന്നിട്ട് ആ T-ഷേപ്പിൻ്റെ ഉള്ളിൽ എന്ത് വേണം, നമ്മളിപ്പോൾ എടുത്ത ഈ മുകുളം വെക്കണം, ഈ ബഡ് എടുത്ത് വെക്കണം. വ്രാപ്പ് ഇറ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ ബഡ് ഈസ് എക്സ്പോസ്ഡ്. ബഡ് പുറത്തേക്ക് കാണുന്ന വിധത്തിൽ എന്ത് വേണം, അത് വ്രാപ്പ് ചെയ്യണം, പൊതിയണം. കട്ട് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റോക്ക് വെൻ ദ ബഡ് അറ്റൈൻ പ്രോപ്പർ ഗ്രോത്ത്. ആ ബഡിനെ, ആ ഒരു മുകുളത്തിന് അത്യാവശ്യം നല്ലൊരു വളർച്ച ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ എന്ത് വേണം, കട്ട് ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ ബഡ്ഡിങ് ചെയ്യുക. ഇതുപോലൊരു റോസിൻ്റെ ചെയ്തിട്ട് അത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതുവരെ നമ്മളെടുത്ത പോർഷൻസിലെ നോട്ട്സാണ് കൊടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എന്താ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കൺസിഡർ ടു ഗെറ്റ് മോർ ഈൽഡ്. നല്ല വിളവ് കിട്ടാൻ എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്.
ഇതൊക്കെ നമ്മൾ പറഞ്ഞു. ഫെർട്ടൈൽ സോയിൽ, ഫേവറബിൾ ക്ലൈമറ്റ്, സൺലൈറ്റ്, നർച്ചറിങ്, ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്, പെസ്റ്റ് കൺട്രോൾ, വളമുള്ള മണ്ണ്, പിന്നെ അതുപോലെ അനുയോജ്യമായ കാലാവസ്ഥ, സൂര്യപ്രകാശം, നർച്ചറിങ് പരിപാലനം, പിന്നെ ക്വാളിറ്റി സീഡ്സ് ഗുണമേന്മയുള്ള വിത്തുകൾ, പെസ്റ്റ് കൺട്രോൾ രോഗബാധുക്കൾ രോഗാണുബാധു വരാതിരിക്കും കൺട്രോൾ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ സെലക്ടിങ് സീഡ് ഫ്രം എ പ്ലാന്റ്? ഒരു ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്? സീഡ് മസ്റ്റ് ബി കളക്റ്റഡ് ഫ്രം ഫ്രൂട്ട് ദാറ്റ് ഫോം ഇൻ മിഡ് സ്പാൻ. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിത്ത് ശേഖരിക്കേണ്ടത്. സീഡ്സ് ഷുഡ് ബി ഫ്രീ ഫ്രം ഇൻഫെക്ഷൻ ഓർ ഡിസീസസ്. ഈ വിത്തുകൾ എന്ന് പറയുന്നത് രോഗാണുബാധകളൊന്നും ഉണ്ടാവാത്ത ഒരു വിത്തായിരിക്കണം. സീഡ്സ് ഹാവിങ് ഹൈ ജെർമിനേഷൻ, വേഗം മുളയ്ക്കുന്ന വിത്തുകളായിരിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ് ഈസ് നോൺ ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ? നമുക്ക് സീഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? തൈകൾ ഉണ്ടാവുകയാണ്. വിത്തുകളിൽ നിന്ന് തൈകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയും. What is vegetative propagation? The formation of new plantlet from parts like root, stem and leaf is known as vegetation propagation. എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്ലെറ്റ്സ്, ചെടികൾ ഉണ്ടാവുകയാണ്. എവിടെ നിന്ന്? വേരിൽ നിന്ന്, അതുപോലെ തണ്ടുകളിൽ നിന്ന്, അതുപോലെ ഇതിൽ നിന്ന് ഇലകളിൽ നിന്ന്. അതിൽ നിന്നൊക്കെ എന്താണ്? നമുക്ക് ചെടികൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെജിറ്റേഷൻ പ്രൊപ്പഗേഷൻ. What is layering? It belongs to vegetative propagation, development of roots of new plants on a stem which the stem is still attached to parent plant. എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനാണ്. നമ്മൾ പറഞ്ഞു റൂട്ടിൽ നിന്ന് അല്ലെങ്കിൽ സ്റ്റെമ്മിൽ നിന്ന്, ലീഫിൽ നിന്നൊക്കെ പുതിയൊരു ചെടി ഉണ്ടാവുന്നതിനാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയാം. അപ്പോൾ ലയറിങ് എങ്ങനെയായിരുന്നു? ഒരു കൊമ്പിൽ നിന്നായിരുന്നു വേറൊരു ചെടി ഉണ്ടായിരുന്നത്. ഓർമ്മയില്ലേ നമ്മൾ ചെയ്തത്? അപ്പോൾ ഇതിനെന്താണ് ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൂട്ട്സ് ഓഫ് ന്യൂ പ്ലാന്റ്. പുതിയ പ്ലാന്റിൻ്റെ റൂട്ട്, വേരുകൾ ഇതിൻ്റെ തണ്ടുകളിൽ വരികയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പുകളിൽ വരികയാണ്. ഏതിനോട് അറ്റാച്ച്ഡ്? പാരൻറ്റ് പ്ലാന്റിനോട് അറ്റാച്ച് ചെയ്തിട്ട്. ഓക്കെ, ഇതിന് പറയുന്ന പേരാണ് ലയറിങ്. എക്സാമ്പിളാണ് അവിടെ ജാസ്മിൻ, ബിസ്കസ് കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത്, വാട്ട് ആർ ദ മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ഓഫ് ലയറിങ്? ഇങ്ങനെ ചെയ്യുന്ന ലയറിങ്ങിൻ്റെ മെറിറ്റും ഡിമെറിറ്റ്സും എന്താണ്? മെറിറ്റ്സ് എന്താ? ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് പാരൻറ്റ് പ്ലാന്റ്. മാതൃ ചെടിയുടെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരിക്കും. ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ആർ ഫാസ്റ്റർ. ചെടികളിൽ പൂക്കൾ ഉണ്ടാവുന്നതും ഫ്രൂട്ട്സ് ഉണ്ടാവുന്നതും ഫലങ്ങൾ ഉണ്ടാവുന്നതും വേഗത്തിലായിരിക്കും. പ്രൊഡ്യൂസ് മോർ സാപ്ലിംഗ് ഇൻ ഷോർട്ട് പീരീഡ്. ചെറിയ ഒരു കാലയളവിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവും. ഇനി ഡിമെറിറ്റ്സ്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയില്ലേ, അത് ഡസൻറ്റ് ഹാവ് മച്ച് ലൈഫ് സ്പാൻ. എന്താ പറയുന്നത്? അതിന് അധികം ആയുസ് ഉണ്ടാവില്ല. സ്മോളർ സൈസ്, ചെറിയ വലുപ്പമായിരിക്കും. ലയറിംഗ് ഡൺ ഓൺ ഡിസീസ് പ്ലാന്റ് വിൽ അഫക്റ്റ് ന്യൂ പ്ലാന്റ്. ഒരു രോഗബാധയുള്ള ഒരു പ്ലാന്റുമെയാണ് നമ്മൾ ലയറിംഗ് ചെയ്യുന്നെങ്കിൽ പുതിയത് വരുന്ന പ്ലാന്റിനും കൂടി അത് ഉണ്ടായിരിക്കും. ലയേർഡ് പ്ലാന്റ് ഡു നോട്ട് പോസസ് ദ ടാപ്പ് റൂട്ട് സിസ്റ്റം. താഴ്വേരുകൾ ഉണ്ടായിരിക്കില്ല. ഇനി ലയറിങ്ങിൻ്റെ സ്റ്റെപ്പ് ഞാൻ കുറച്ച് പോയിൻറ്റ്സ് അധികമായിട്ട് കൊടുത്തേക്കുക. അവിടെ ഒരു 4 സ്റ്റെപ്പായിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ അതിലത്തെ പോയിൻറ്റ്സ് തന്നെ അതൊന്നും കൂടി ഒന്ന് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പോയിൻറ്റ്സ് ആക്കിയേക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന്. മുൻപ് പറഞ്ഞെന്ന അതേ പോയിൻറ്റ്സ് ആണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ഗ്രാഫ്റ്റിംഗ്? എന്താണ് ഗ്രാഫ്റ്റിംഗ്? സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്ലെറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ജോയിനിങ് ദ സ്റ്റെംസ് ഓഫ് 2 പ്ലാന്റ്സ് ഓഫ് സെയിം സ്പീഷ്യസ്. ഒരേ ഗണത്തിലുള്ള തണ്ടുകളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഗുണമേന്മയുള്ള ചെടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിനെയാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിലെ 2 ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ് സ്റ്റോക്ക് ആൻഡ് സൈൻ. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വേരോട് കൂടി എടുക്കുന്ന ചെടിയെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് സൈൻ. ഏത് കൊമ്പാണോ നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അതിനെ പറയുന്നതാണ് സൈൻ. ഗ്രാഫ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് ഇതിലുള്ളത്. ഇത് ഓൾറെഡി അതിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാണ് അങ്ങനെ പോയിൻറ്റ്സ് ആക്കി തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 3 പോയിൻറ്റ്സ് ഇത് അങ്ങനെ എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പറഞ്ഞ കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഇതും റിപ്പീറ്റ് ചെയ്യുന്നില്ല, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. വാട്ട് ഈസ് ബഡ്ഡിംഗ്? ബഡ്ഡിംഗ് ഈസ് എ ഗ്രാഫ്റ്റിംഗ് ടെക്നിക്. ഹിയർ എ ബഡ് ഈസ് ഗ്രാഫ്റ്റഡ് ടു അനദർ പ്ലാന്റ്. ദിസ് ഈസ് കോമൺലി യൂസ് ടു ഗെറ്റ് ഡിഫറെൻറ്റ് കളർ ഇൻ ഫ്ലവേഴ്സ്. പൂക്കളിൽ പല നിറങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യണത്. ഇവിടെ നമ്മൾ ബഡാണ് ഗ്രാഫ്റ്റ് ചെയ്യുന്നത്. 2 കൊമ്പ് ഒട്ടിച്ച പോലെ ഇവിടെ ഒരു ബഡ്, ഒരു മുകുളത്തിനെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. വി ക്യാൻ ഡ്രാഫ്റ്റ് റെഡ് റോസ് പ്ലാന്റ് ടു വൈറ്റ് റോസ് പ്ലാന്റ്. ഒരു ചുവപ്പ് റോസിനെ നമുക്ക് വെള്ള റോസിൻ്റെ ചെടിയിലേക്ക് ബഡ്ഡിങ് ചെയ്യാൻ പറ്റും. ബഡ്ഡിങ്ങിൻ്റെ സ്റ്റെപ്സ് ആണ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് ഷോർട്ട് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല, വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഓൾറെഡി ഇത് ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം. ഇന്നടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരണമെങ്കിൽ കമൻസ് ആയിട്ട് താഴെ കൊടുത്താൽ മതി. നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ.
7th സ്റ്റാൻഡേർഡിലെ എല്ലാ പോർഷൻസും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് കിട്ടാനായിട്ടാണ് കേട്ടോ. താങ്ക്